आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. पिछले कक्षा में हम मनीषा कुलश्रेष्ठ हिंदी साहित्य के जाने माने लेखिका उनके द्वारा लिखा कहानी बिगड़ेल बच्चे पिछले कक्षा में हमने पढ़ा कि लेखिका अपनी बेटी के पास जा रही है. पिंक ट्रेन पकड़कर वो जा रही है. उनके बाद 3 युवक चढ़ते हैं ट्रेन में. वे देखने में देशी लगते थे लेकिन विदेशी पर्यटकों के नकल कर रहे थे. वे अपनी सामान लापरवाही से पटक रहे थे. उनकी व्यवहार और वेशभूषा में लेखिका को आधुनिकता नज़र आती है. तीनों को देखने में गोवा के निवासी लग रहे थे. केवल शक्लों सूरत से ही लेखिका ये निश्चय नहीं किया था कि वे गोवा के निवासी हैं. चलते हैं आगे की ओर. क्योंकि लड़की ने जो टी शर्ट पहनी थी उस पर सामने ही लिखा था माई गोवा द हेवन ഓൺ ദ എർത്ത്. നമ്മുടെ ലേഖിക അവരുടെ രൂപം മാത്രം നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ടല്ല അനുമാനിച്ചത് ഗോവയിലെ നിവാസികളാണെന്ന്. പകരം നമ്മുടെ ഈ യുവാക്കളിൽ 3 പേരിൽ ഒരാൾ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഇട്ടിരിക്കുന്ന ടീഷർട്ട് അതിൻ്റെ മുമ്പിലായിട്ട് എഴുതിയിരുന്നു. എന്താണ് എഴുതിയിരിക്കുന്നത്? മൈ ഗോവ ദ ഹെവൻ ഓൺ ദ എർത്ത് എന്ന വേർഡ് എഴുതിയിരുന്നു. അതുകൊണ്ടാണ് ലേഖികയ്ക്ക് മനസ്സിലായത് അവർ ഗോവ നിവാസികളാണെന്ന്. गले में काले धागे में चांदी का बड़ा सा കോസ് ലടക്കാ ഹുവാ था. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കറുത്ത ഒരു ചരട്, കാലെ ധാഗെ എന്ന് പറഞ്ഞാൽ ചരടാണ്. കാലെ ധാഗെ മേ ചാന്തി കാ ബടാ സാ ക്രോസ് ലടക്കാ ഹുവാ था. ആ കറുത്ത ചരടിൽ വെള്ളിക്കൊണ്ടുണ്ടാക്കിയ ഒരു കുരിശ് തൂക്കിയിട്ടിരുന്നു. ക്രോസ് എന്ന് പറഞ്ഞാൽ കുരിശാണ്. ലഡ്കന എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക. യഹി നഹി വേ കഭി അംഗ്രേസി മേ ഓർ കഭി കൊങ്കണി ഭാഷ മേ ബാത് കർ രഹേ थे. അതുമാത്രമല്ല, ഇതൊക്കെ നമ്മുടെ ലേഖിക ശ്രദ്ധിക്കുകയാണ്. അവർ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷിലും അംഗ്രേസിയിലും അതുപോലെ തന്നെ കൊങ്കണി ഭാഷയിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ ലേഖിക അനുമാനിച്ചത് അവർ ഗോവ നിവാസികളാണെന്ന്. अपना गिटार, कैमरा, वॉकमैन के अलावा 3 पुराने से बैग, ढेर सारे चिप्स और कोल्ड ड्रिंक की बोतल और कुछ പത്രികാएं लेकर वे तीनों चढ़े थे. അതുമാത്രമല്ല, അവർ ഗിറ്റാർ, ക്യാമറ, വാക്മാൻ, അതുകൂടാതെ 3 പഴയ ബാഗ്, ढेर सारे ഒരുപാട് ചിപ്സുകൾ, അതുപോലെ കോൾഡ് ഡ്രിങ്ക്സ്, അതിൻ്റെ ബോട്ടിൽസ്, അതുപോലെ കുറച്ച് മാഗസിൻസ്, പത്രിക എന്ന് പറഞ്ഞാൽ മാഗസിൻ, ഇതൊക്കെയായിട്ടാണ് അവർ 3 പേരും ട്രെയിനിൽ കയറിയത്. और अब वे मेरे एकदम सामने वाली सीटों पर अस्त व्यस्त से जम गए. അവർ കയറി നേരെ എൻ്റെ മുന്നിൽ, പെട്ടെന്ന് എക്ദം സാമനെ, വളരെ മുന്നിൽ തന്നെ സീറ്റിൽ കെയർലെസ് ആയിട്ട്, അസ്തവ്യസ്ത എന്ന് പറഞ്ഞാൽ കെയർലെസ് ആയിട്ട് കൂടിയിരിക്കുകയാണ്. ജംഗെ അവിടെ അവർ ലേഖികയുടെ മുമ്പിലെ സീറ്റിലാണ് ഇരിക്കുന്നത്, കെയർലെസ് ആയിട്ട്. ഏക് ലഡ്കി തോ തീ ഹി ബാക്കി 2 ലഡ്കെ थे. അതിൽ ആ 3 പേരിൽ ഒരാൾ പെൺകുട്ടിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. ബാക്കി 2 പേരും ബോയ്സാണ്.
एक छोटा एक बड़ा ഒരു ചെറിയ പയ്യനും ഒരു വലിയ പയ്യനും तीनों उत्तर भारत के टूरिस्ट मैप पर सर से सर जोड़कर नज़र गड़ाकर कुछ कार्यक्रम बना रहे थे. അവർ മൂന്ന് പേരും ഉത്തർ ഭാരത് ടൂറിസ്റ്റ് മാപ്പ് വടക്കേ ഇന്ത്യയുടെ ടൂറിസ്റ്റ് മാപ്പ് അതെടുത്തിട്ട് അതിൽ സർസെ സർ ജോഡ്കർ ആ മൂന്ന് പേരും അവരുടെ തല ആ മാപ്പിലേക്ക് ഇട്ടിട്ട് മാപ്പിലേക്ക് നോക്കിക്കൊണ്ട് കണ്ണും നട്ട് നസർ ഘടാക്കർ കുച്ച് കാര്യക്രം ബനാ രഹേ थे എന്തോ പ്രോഗ്രാം ഉണ്ടാക്കുകയായിരുന്നു ആ മാപ്പ് നോക്കിക്കൊണ്ട്. ഉത്തർ ഭാരത് ഉത്തരേന്ത്യയുടെ ടൂറിസ്റ്റ് മാപ്പ് നോക്കിക്കൊണ്ട് എന്തോ ഒരു പ്രോഗ്രാം തീരുമാനിക്കുകയോ അല്ലെങ്കിൽ ചർച്ച ചെയ്യുകയായിരുന്നു. കൊങ്കണിമേ, അതും കൊങ്കണി ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത്. ലാപർവാഹി സെ ഉൻക ക്യാമറ സീറ്റ് കെ കോനെ മേ രക്കാത്ത, വളരെ കെയർലെസ് ആയിട്ട്, ലാപർവാഹി എന്ന് പറഞ്ഞാൽ കെയർലെസ്, അവർ അവരുടെ ക്യാമറ സീറ്റ് കെ കോനമേ, ഒരു സീറ്റിൻ്റെ കോനയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മേ മൻ ഹി മൻ खुनमुनाई लगता है इन्हें उत्तर भारत खास तौर पर दिल्ली के जेब कतरों उठाई गिरों के कोई अनुभव ही नहीं है. അവർ അവരുടെ ക്യാമറ ഒരു സീറ്റിൻ്റെ കോണിലായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മനഹിമൻ മനസ്സിൽ കുൻമുനായി ലക്താഹീനെ ഉത്തർ ഭാരത്, കുൻമുനായി എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കേട്, നമ്മുടെ ലഗേക്ക് ഇതൊക്കെ കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനെ ഉത്തർ ഭാരത് ഖാസ് തൗർ പർ ദില്ലിക്ക് ജേബ് കത്തറ ഉട്ടായി ഗിറോ ക കോയി അനുഭവ ഹി നഹി ഹെ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ലേഖിക ചിന്തിക്കുകയാണ്, ഉത്തര ഭാരതത്തിൽ പ്രത്യേകിച്ച് ദില്ലിയിലൊക്കെ ജേബ് കത്തറോ ഉട്ടായി ഗിറോ എന്ന് പറഞ്ഞാൽ, ജേബ് കത്തറോ എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അടിക്കാരും, ഉട്ടായി ഗിറോ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കള്ളന്മാരൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ആ അനുഭവങ്ങളൊന്നും ഇവർക്കില്ല എന്ന് ലേഖികയ്ക്ക് ഇവരുടെ പ്രവൃത്തികളും ഇവരുടെ സ്വഭാവ രീതികളൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ലേഖികയ്ക്ക് തീരെ ഈ മൂന്ന് പേരെയും പിടിച്ചിട്ടില്ല, ഇതുവരെ പിടിച്ചിട്ടില്ല. അനുഭവി നഹി ഹെ യാ കഭി കുച്ച് സുനാബി നഹി, ഇവർ അനുഭവിച്ചിട്ടുമില്ല കേട്ടിട്ടുമില്ല. അതുകൊണ്ടാണ് കെയർലെസ് ആയിട്ട് ഇങ്ങനെ വലിയ പൈസേൻ്റെ ഒക്കെ ക്യാമറയൊക്കെ ഇങ്ങനെ തോന്നിയ പോലെ വെച്ചിട്ടുള്ളത്. मैंने सोचा आगाह करूं, पर मेरी तरफ डाली गई उनकी उदासीन दृष्टि अब तक मुझे चिढ़ा गई थी. सो मैंने सोचा मुझे ही क्या पड़ी है. അപ്പോൾ അവരെ കണ്ടിട്ട് ഞാൻ ഓരോന്നും അനുമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ലേഖിക. അതുപോലെ തന്നെ അവരുടെ നോട്ടം എന്നിലേക്കാണ്. മേരി തരഫ് ഡാലി ഗൈ ഉൻകി ഉദാസീൻ ദൃഷ്ടി, വളരെ ഉദാസീനമായിട്ടുള്ള അവരുടെ ദൃഷ്ടി, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ ലേഖികയ്ക്ക് ദേഷ്യം പിടിക്കുകയാണ്. ചിടാഗെയ്ത്തി. സോ മെയിനെ സോച്ച്, അതുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, അതായത് ലേഖിക ചിന്തിച്ചു, മുജെ ഹി ക്യാ പടി ഹെ, ഇവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ട് എനിക്കിപ്പോൾ എന്താ എന്നുള്ള രീതിയിലാണ് ലേഖിക ചിന്തിക്കുന്നത്. മുജെ ഹി ക്യാ പടി ഹെ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്താ. मैप देखने के बाद तीनों अपनी अपनी जगह पर खिसक गए. അങ്ങനെ മാപ്പൊക്കെ അവർ നോക്കിയതിന് ശേഷം മൂന്ന് പേരും അവരവരുടെ പ്ലേസിൽ മാറിയിരുന്നു. കിസക് ഗൈ എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുക. बैग ऊपर वाली बर्थ पर लापरवाही से फेंक दिए गए थे. അതുപോലെ തന്നെ ബാഗ് മുകളിലെ ബർത്തിൽ കെയർലെസ് ആയിട്ട് അവർ എറിഞ്ഞിട്ടാണ് വെച്ചിരിക്കുന്നത്. तो इसमें लेखिका
उनको कैसे पता चला कि वो गोवा के हैं। वो तीनों में एक लड़की है, वो एक टी शर्ट पहनी हुई है। वो टी शर्ट में माई गोवा द हेवन ऑन द अर्थ ऐसा लिखा था, और गले में, उनकी गले में काले धागे चांदी का बड़ा सा क्रॉस लड़का हुआ था। वो हार पहनी हुई थी। यही नहीं, वो अंग्रेज़ी में और कोंकणी भाषा में बात कर रहे थे, इसलिए उसे पता चला कि वो गोवा के निवासी हैं। और उनके पास कैमरा था, वॉकमैन, उसके अलावा 3 पुराने बैग, ढेर सारे चिप्स थे उनके पास, और कोल्ड ड्रिंक की बोतल भी थे, और कुछ पत्रिकाएँ भी। और ये सब लेकर वो लेगिका की सामने वाली सीट पर अस्त व्यस्त से जम गए। तीनों में एक लड़की थी और बाकी 2 लड़के थे। तीनों टूरिस्ट मैप पर नज़र गड़ाकर कुछ कार्यक्रम बना रहे थे, वो भी कोंकणी भाषा में, और अपने कैमरा वो सीट के कोने में रखा था। ये देखकर लेगिका को लगती है कि उसे कोई अनुभव ही नहीं है जेब कतरों की, उठाई गिरों की, यानी चोरों की कोई अनुभव नहीं है, कुछ सुना भी नहीं है। दिल्ली में हमेशा ये होते हैं। और लेगिका सोचती है कि मुझे ही क्या पड़ी है। और मैप देखने के बाद तीनों अपनी अपनी जगह पर खिसक गए और बैग ऊपर वाली बर्थ पर लापरवाही से फेंक दिए गए थे। 3 പേരും അവരവരുടെ സീറ്റിലിരിക്കുന്നു. അവരുടെ ബാഗ് മുകളിലെ ബർത്തിൽ കെയർലെസ് ആയിട്ട് എറിഞ്ഞുകൊണ്ടാണ് വെക്കുന്നത്. गिटार बड़े वाले लड़के ने अपने पास गोद में बहुत प्यार से रख लिया. उनके पास गिटार भी है. वो बड़े वाले लड़के, एक छोटे वाले लड़के हैं, एक बड़े वाले लड़के. वो बड़े वाले लड़के ने अपने पास गोद में തൻ്റെ മടിയിലാണ് വലിയ പയ്യൻ വെക്കുന്നത് गिटार. അതും വളരെ സ്നേഹത്തോടു കൂടി, बहुत प्यार से, जैसे कोई पालतू जानवर हो. വളർത്തു മൃഗത്തെ പോലെയാണ് ഈ ഗിറ്റാർ ആ വലിയ പയ്യൻ തൻ്റെ മടിയിൽ വെക്കുന്നത്. पालतू जानवर जैसा वो गिटार को अपनी गोद में रख देते हैं. वॉकमैन छोटे से ने कान पर लगा लिया. खाने पीने का सामान लड़की ने अपने पास के बैग में डाल लिया था. അതുപോലെ തന്നെ വോക്ക്മാൻ ആ ചെറിയ പയ്യൻ തൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തിന്നാനും കുടിക്കാനുമുള്ള കാനെ പീനേക്ക സാമാൻ, തിന്നാനും കുടിക്കാനുമുള്ള സാധനങ്ങളൊക്കെ ആ പെൺകുട്ടി തൻ്റെ അടുത്തുള്ള बैग വെച്ചിട്ടുണ്ട്. वॉकमैन तो वो छोटे लड़के ने अपने कान में लगा लिया था और खाने पीने का सामान वो लड़की ने अपने पास के बैग में डाल लिया था. लड़की सावली होने के बावजूद आकर्षक थी. പെൺകുട്ടിയെ കാണാൻ ഇരുണ്ട നിറമാണെങ്കിൽ കൂടി വളരെ സുന്ദരിയായിരുന്നു, വളരെ ഭംഗിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സാവലി എന്ന് പറഞ്ഞാൽ ഇരുണ്ട നിറം എന്നാണ്. ഉത്തന സഫേദ് നഹി ഹെ, थोड़ा काली लड़की सावली होने के बावजूद आकर्षक थी, बहुत सुंदर थी लड़की को देखने में. धर्म्याने कद की, पतली और प्यारी सी. धर्म्याने कद की എന്ന് പറഞ്ഞാൽ मिडिल हाइट ആണ്. मिडिल हाइट. कद की का मतलब है, कद का मतलब है हाइट. और पतली और प्यारी सी, അതുപോലെ തന്നെ മെലിഞ്ഞിട്ട്, അതുപോലെ കണ്ടാൽ തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന തരത്തിലുള്ള ഒരു ശരീരമായിരുന്നു പെൺകുട്ടിയുടേത്. बाल भेड़ंगे से थे. घुंघराले काले बालों में कथई और सुनहरे रंग की कई लटें
റങ്ക് റക്കീത്തി. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ മുടി എന്ന് പറഞ്ഞത് തീരെ ചേർച്ചയില്ലാത്ത പോലെയായിരുന്നു മുടി. ആ പെൺകുട്ടിക്ക് തീരെ ചേർച്ചയില്ലാത്തതുപോലെ, ബേഡങ്കി എന്ന് പറഞ്ഞാൽ ചേർച്ചയില്ല. कोई मिलते जुलते नहीं हैं वो बाल लेगिया की नज़र में. घुंघराले काले बालों में പാറി പറക്കുന്ന കറുത്ത മുടിയിൽ കഥയി ഒരു സുനഹരെ രംഗ് കി കയ്യിലട്ടെ രംഗ് റക്കീത്തി. കുറച്ച് കളർ കുറഞ്ഞ, കഥയി എന്ന് പറഞ്ഞാൽ കളർ കുറഞ്ഞ, അതുപോലെ സ്വർണ്ണ നിറത്തിലുള്ള സുനഹരെ രംഗ് കി കയ്യിലട്ടെ പല ചുരുളുകളും വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചില മുടി ചുരുളുകൾ, കളർ കൊടുത്തിട്ടുള്ള മുടി ചുരുളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ऐसा लग रहा था कि सफ़ेद बालों को घर पर मेहंदी लगाकर छुपाने की कोशिश हो. ആ പെൺകുട്ടിയുടെ മുടി കണ്ടാൽ തോന്നുന്നത് എപ്രകാരമാണ്, വെളുത്ത മുടിയിൽ വീട്ടിൽ മൈലാഞ്ചി, മെഹന്തി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചിയാണ്, മൈലാഞ്ചി ഇട്ടിട്ട് ആ വെളുത്ത മുടിയെ ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ശ്രമിച്ചതുപോലെ തോന്നും. അതായത് പ്രായമായവരൊക്കെ ചെയ്യുന്നത് പോലെ വെളുത്ത മുടിയൊക്കെ ചോപ്പിക്കുന്നത് പോലെ മൈലാഞ്ചി തേച്ചിട്ട്. लगिया को ऐसी लगती है कि मेहंदी लगाई गई है सफ़ेद बालों को छुपाने के लिए. मुझे अपने कॉलेज की मिसेस बत्रा याद आ गई. ये देखकर लगिया को अपनी कॉलेज की मिसेस बत्रा याद आती हैं. നമ്മുടെ ലഗിയയ്ക്ക് തൻ്റെ കോളേജിലെ മിസ്സിസ് ബത്രയെയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. वो अपनी കിച്ചടി ബാലോ മേ മെഹന്തി ലഗാക്കർ ഏസെ ഹി ലഗാ കർത്തി തി. അവരും ഇതേപോലെ തന്നെ അവിടെയും ഇവിടെയും നരച്ച, അതാണ് കിച്ചടി ബാൽ എന്ന് പറഞ്ഞാൽ, അവിടെയും ഇവിടെയായിട്ട് നരച്ച മുടികളൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടാണ് മെഹന്തി ലഗാക്കർ ഇങ്ങനെയാണ് ചെയ്യാറ്. वो भी ऐसी करती थी. पर ये फैशन है आजकल का, भेड़ंग फैशन. ഇത് ആധുനിക യുഗക്കെ ഫാഷൻ ഹേ, ന്യൂ ജനറേഷൻ ഫാഷൻ എന്നാണ് ലഗിയയ്ക്ക് മനസ്സിലാകുന്നത്. അതും ഭേഡങ്ക് ഫാഷൻ, ചേർച്ചയില്ലാത്ത ഫാഷൻ. മേരെ അന്തർ കി പ്രൗഡ് ഹോത്തി മഹിള കിച്കിച്ചായി. എൻ്റെ ഉള്ളിലെ, അതായത് ലഗിയയുടെ മനസ്സിൽ ഒരു പ്രൗഢ സ്ത്രീ ഉണ്ട് അല്ലേ, ഏക്ക് പ്രൗഡ് മഹിള ഹി വോ കിച്കിച്ചായി, അത് പല്ലുറുമി എന്ന് പറയും. അതായത് പല്ലിറുക്കുക എന്ന് പറയില്ല. അതായത് ഇതൊന്നും ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക്, അതായത് കുറച്ച് പ്രായമുള്ള സ്ത്രീകൾക്കൊന്നും ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിലെ പിള്ളേരുടെ ഇങ്ങനത്തെയൊക്കെ പ്രവൃത്തികളും വേഷങ്ങളും ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ലഗിക പല്ല് ഇറുമുന്നത് അല്ലേ, പല്ലിറുക്കി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലഗിയയുടെ ഉള്ളിലുള്ള പ്രൗഢയായ ഒരു സ്ത്രീയെ ഒളിച്ചിരിപ്പുണ്ട് അല്ലേ. അതുകൊണ്ടാണ് അവർക്ക് ഇതൊന്നും പിടിക്കാത്തത്. लड़कों में से छोटा लड़का चेहरे मोहरे से उसका भाई लग रहा था. ആ ആൺകുട്ടികളിൽ, ബോയ്സിൽ ചെറിയ പയ്യനെ കണ്ടാൽ ചെഹ്രെ മൊഹരേസെ, അവൻ്റെ മുഖമൊക്കെ കണ്ടാൽ ഉസ്ക ഭായി ലഗ് രഹാ ത, നമ്മുടെ ആ പെൺകുട്ടിയുടെ ബ്രദറാണെന്ന് തോന്നും. ഉनको देखने में वो लड़की की भाई लग रहा था. हाँ भाई, उसकी नाक और होठों की बनावट बिल्कुल लड़की जैसी ही थी. അതെ, അവൻ്റെ മൂക്കും അതുപോലെ ചുണ്ടും അതിൻ്റെയൊക്കെ ആകൃതി ശരിക്കും ആ പെൺകുട്ടിയുടെ പോലെ തന്നെയായിരുന്നു. ബനാവട്ട് എന്ന് പറഞ്ഞാൽ ആകൃതിയാണ്. അവൻ്റെ നാക്ക് എന്ന് പറഞ്ഞാൽ മൂക്കാണ്, ഹോട്ട് എന്ന് പറഞ്ഞാൽ ചുണ്ടാണ്. वो लड़की की जैसी है उनकी वो छोटा लड़का का नाक, चेहरे, होंठ. वो लड़की ज़रा लुनाई लिए हुए सावली थी.
ആ പെൺകുട്ടി എന്ന് പറയുന്നത് കുറച്ച് സൗന്ദര്യമുള്ള കൂട്ടത്തിലാണ്. ലുനായി എന്ന് പറഞ്ഞാൽ സൗന്ദര്യമാണ്. അതുപോലെ സാവലിയെത്തി ഇരുണ്ട നിറത്തിലുള്ളതാണ്. ഓറിയെ ബിൽക്കുൽ കാല, പക്ഷേ ഈ പയ്യൻ കറുത്തിട്ടാണ്. वो छोटा लड़का जो है वो बिल्कुल काला है, लेकिन वो लड़की जो है वो बहुत सुंदरी है, सावली रंग की है। वही जिसने कानों में अब वॉकमैन के ईयर प्लग लगा रखे थे। वो लड़का, वो छोटा लड़का अपने कानों में ഇയർ പ്ലഗ് ലഗാ रखे थे। ഇയർ പ്ലഗ് തൻ്റെ ചുവട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പയ്യൻ, ചെറിയ പയ്യൻ. और पैर हिलाते हुए गुनगुनाता जा रहा था. അതുപോലെ തന്നെ ഇയർ വെച്ചതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കുകയാണല്ലേ അവൻ കാലൊക്കെ ഇളക്കിക്കൊണ്ടാണ്, ആട്ടിക്കൊണ്ടാണ്, മൂളിപ്പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് അവൻ അവിടെ ഇരിക്കുന്നത്. वो गुनगुना रहा था पैर हिलाते हुए. कभी कभी वो आसपास के वातावरण से बेखबर ज़रा ऊंची आवाज़ में गाने लगता था. ചിലപ്പോഴൊക്കെ അവൻ ചുറ്റും ഉള്ളതൊന്നും നോക്കാതെ, ശ്രദ്ധിക്കാതെ, ആസ്പാസ് കെ വാതാവരൺ സെ, ചുറ്റുമുള്ളതൊന്നും നോക്കാതെ, ബേഖബർ ശ്രദ്ധിക്കാതെ, സറാ ഊഞ്ചി ആവാസം വളരെ ശബ്ദത്തോടു കൂടി പാട്ടും പാടുന്നുണ്ട്. നമ്മൾ ഇയർഫോണൊക്കെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചുറ്റുള്ളതൊന്നും, പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റുള്ളതൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അതുപോലെ നമ്മുടെ സൗണ്ടൊന്നും നമുക്ക് വ്യക്തമാവില്ല. നമ്മൾ എത്ര ഉയർച്ചയിലാണ് പാട്ട് പാടുന്നതെന്നും അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവില്ല. തബ് ലഡ്കി ഉസേ കൊഹ്നി മാർ ദേത്തി തി. ആ സമയത്ത് നമ്മുടെ ഈ പെൺകുട്ടി കൈമുട്ട് ഉപയോഗിച്ച്, കൊഹ്നി എന്ന് പറഞ്ഞാൽ കൈമുട്ടാണ്, ഉപയോഗിച്ച് അവനെ രണ്ടടി കൊടുക്കും. और बड़े लड़के के हाथ गिटार के तारों को हल्क हल्क सलाह रहे थे. वह कोई अंग्रेज़ी गीत गुनगुना रहा था. അതുപോലെ വലിയ പയ്യൻ എന്താ ചെയ്യുന്നത്, തൻ്റെ ഗിറ്റാർ ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷ് പാട്ടാണ് മൂളി പാടുന്നത്. वो छोटे लड़के जो हैं गाना गा रहा है, लेकिन कोई चिंता नहीं है आसपास का. तब वो लड़की उसे मार देती थी. लड़का जो है, बड़ा लड़का जो है, वो गिटार से कुछ गाना, अंग्रेज़ी गीत गुनगुना रहा था. तो आज की कक्षा इतना ही. आशा करता हूँ आप लोगों को समझ में आया है. धन्यवाद.